ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്: ഞാൻ പറയുകയാണ്, ഞാൻ പറയുകയാണ്, ഐ ആം സേയിങ്. ഇനി ഞാൻ പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിയിങ്. ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇനി ഞാൻ കാണുകയാണ്, ഐ ആം വാച്ചിങ്. ഞാൻ കാണുകയാണ്, ഐ എം വാച്ചിങ്. അവിടെ നമുക്ക് എന്താണ് കാണുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളൊരു TV അല്ലെങ്കിൽ ഒരു മൊബൈൽ, ഒരു വീഡിയോ അല്ലെങ്കിൽ നേരിട്ടൊരു കളി ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വാച്ച് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്: ഞാൻ TV കാണുകയാണ്, ഐ എം വാച്ചിങ് TV. ഇനി ഞാൻ സിനിമ കാണുകയാണ്, ഐ ആം വാച്ചിങ് ദ മൂവി. അപ്പോൾ TV, സിനിമ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വാച്ചിങ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നമ്മുടെ കൈമലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയാൽ നമ്മൾ മരുന്നുകളൊക്കെ പുരട്ടാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറയാറുള്ളത് ഞാൻ പുരട്ടുകയാണ് അല്ലെങ്കിൽ ഞാൻ തേക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്ലൈ എന്നുള്ള വേർഡ്. അതായത് ഇപ്പോൾ പുരട്ടുക, തേക്കുക, മരുന്നുകളൊക്കെ തേക്കുക, എണ്ണ തേക്കുക, ഇതിനൊക്കെ നമ്മൾ അപ്ലൈ എന്നാണ്. അപ്പം ഞാൻ പുരട്ടുകയാണ് അല്ലെങ്കിൽ ഞാൻ തേക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം അപ്ലൈയിങ്, ഐ ആം അപ്ലൈയിങ്. ഇസാറാൻ വരുമ്പോൾ നമ്മൾ വെർബ് ING ഫോമിലായിരിക്കും. അപ്പം ഐ ആം അപ്ലൈയിങ്, ഞാൻ പുരട്ടുകയാണ്. ഇനി ഞാൻ മരുന്ന് പുരട്ടുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം അപ്ലൈയിങ് മെഡിസിൻ, ഐ ആം അപ്ലൈയിങ് മെഡിസിൻ. ഞാൻ മരുന്ന് പുരട്ടുകയാണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, ഐ ആം ആസ്കിങ്. ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അവനോട് ചോദിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ആസ്കിങ് ഹിം, ഐ ആം ആസ്കിങ് ഹിം. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ അവനോട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിം എന്ന് യൂസ് ചെയ്തു. അപ്പം ഐ ആം ആസ്കിങ് ഹിം, ഞാൻ അവനോട് ചോദിക്കുകയാണ്. നെക്സ്റ്റ്, ഞാൻ കഴിക്കുകയാണ്, ഞാൻ കഴിക്കുകയാണ്, ഐ ആം ഈറ്റിംഗ്. അവൾ കഴിക്കുകയാണ്, ഷി ഈസ് ഈറ്റിംഗ്. അവൾ ബിരിയാണി കഴിക്കുകയാണ്, ഷി ഈസ് ഈറ്റിംഗ് ബിരിയാണി. ഇവിടെ ഷീ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളവിടെ ഈസ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈസാറാമിൻ്റെ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണണം കേട്ടോ. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അവർ കളിക്കുകയാണ്, അവർ കളിക്കുകയാണ്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ്. സോ നമ്മളവിടെ ദേ ആർ പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുകയാണ്. നെക്സ്റ്റ്, അവൻ കുടിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവൻ എന്നാണല്ലേ. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹി ഈസ് ഡ്രിങ്കിങ്, ഹി ഈസ് ഡ്രിങ്കിങ്. അവൻ കുടിക്കുകയാണ് എന്നാണ്. ഇനി അവൻ വെള്ളം കുടിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഹി ഈസ് ഡ്രിങ്കിങ് വാട്ടർ, ഹി ഈസ് ഡ്രിങ്കിങ് വാട്ടർ. അവൻ വെള്ളം കുടിക്കുകയാണ്. അവൻ പാല് കുടിക്കുകയാണ് എന്നാണെങ്കിലോ ഹി ഈസ് ഡ്രിങ്കിങ് മിൽക്ക്, ഹി ഈസ് ഡ്രിങ്കിങ് മിൽക്ക്. ഇനി ഞങ്ങൾ പുറത്തു പോവുകയാണ്, ഞങ്ങൾ പുറത്തു പോവുകയാണ്. ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. സോ നമ്മളവിടെ വി ആർ ഗോയിങ് ഔട്ട്, വി ആർ ഗോയിങ് ഔട്ട്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. ആർ ആണ് ഗോയിങ് ഔട്ട്, പുറത്തു പോവുകയാണ്. അപ്പം ഞങ്ങൾ പുറത്തു പോവുകയാണ്, വി ആർ ഗോയിങ് ഔട്ട്. നെക്സ്റ്റ്, മീരയും രാജുവും പാടുകയാണ്, മീരയും രാജുവും പാടുകയാണ്. ഇവിടെ രണ്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്ലൂറൽ ആണല്ലോ. മീരയും രാജുവും എന്ന് പറയാൻ വേണ്ടിയിട്ട് മീര ആൻഡ് രാജു രണ്ട് പേരായത് കൊണ്ട് തന്നെ നമ്മളവിടുത്തെ ഓക്സിലറി ആയിരിക്കണം. അപ്പം മീര ആൻഡ് രാജു ആർ സിംഗിങ്, പാടുകയാണ്, സിംഗിങ്. അപ്പം മീര ആൻഡ് രാജു ആർ സ്വിങ്ങിങ്, മീരയും രാജുവും പാടുകയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, നമ്മൾ പലതരത്തിലുള്ള പൊടികളും കുഴക്കാറുണ്ട്. അപ്പം ഞാൻ പൊടി കുഴക്കുകയാണ് എന്ന് പറയുമ്പം എങ്ങനെ പറയും? കുഴക്കുക എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നീഡ് എന്നുള്ള വാക്ക്. അതിൻ്റെ ING ഫോം യൂസ് ചെയ്യുമ്പം നീഡിങ് എന്നാവും. ഐ ആം നീഡിങ് പൗഡർ, ഞാൻ പൊടി കുഴക്കുകയാണ്. ഇനി നമുക്ക് പല പൊടികളുണ്ട്. മൈദപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, അരിപ്പൊടിയുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം എക്സാമ്പിളായിട്ട് ഞാൻ മൈദപ്പൊടി കുഴക്കുകയാണ്. ഐ ആം നീഡിങ് ദ ഫ്ലോർ പൗഡർ. ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് എന്നാണ്. പക്ഷേ ഇപ്പം ഇവിടെ മൈദ മാവ് അല്ലേ, പൊടി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഐ ആം നീഡിങ് ദ ഫ്ലോർ പൗഡർ, ഞാൻ മൈദപ്പൊടി കുഴക്കുകയാണ്. ഇനി ഗോതമ്പ് പൊടിയാണെങ്കിൽ വീറ്റ് ഫ്ലോർ എന്ന് പറയാം, അരിപ്പൊടിയാണെങ്കിൽ റൈസ് ഫ്ലോർ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈസ്, ആർ, ആം യൂസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ശരി, താങ്ക്